ഭരതപ്രതിഷ്ഠയാൽ ധന്യമായ ക്ഷേത്രമാണ് ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രം. ഉപദേവതയില്ലാത്ത, ദീപാരാധനയില്ലാത്ത വിഷ്ണു ക്ഷേത്രമാണെങ്കിലും പ്രദക്ഷിണം ശിവനെ പോലെ അപൂർണമായ ക്ഷേത്രം. നാലമ്പല ദർശനക്രമത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് കൂടൽമാണിക്യം. നാലമ്പല ദർശനത്തിൽ തൃപ്രയാറിൽ നിന്നും ഭക്തരെത്തേണ്ടത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ്. ഭരതനാണ് വിഗ്രഹം, ഉപദേവതമാരില്ല. 3 കൈകളിൽ കോദണ്ഡം, ചക്രം, ശംഖ എന്നിവയും അഭയമുദ്രയോടുകൂടിയതുമായ പ്രതിഷ്ഠ. ഇരുനില വട്ടശ്രീകോവിൽ കിഴക്ക് ദർശനമായി നിലകൊള്ളുന്നു. പ്രതിഷ്ഠ ഭരതന്റേതാണെങ്കിലും പൂജകൾ മഹാവിഷ്ണുവിനാണ്. വിഗ്രഹത്തിൽ കണ്ട മാണിക്യകാന്തി പരിരക്ഷിക്കാൻ കായംകുളം രാജധാനിയിൽ നിന്നും കൊണ്ടുവന്ന മാണിക്യം വിഗ്രഹത്തിനടുത്തു വെച്ചപ്പോൾ അത് വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നുവെന്നാണ് ഐതിഹ്യം. അന്നു മുതലാണ് കൂടൽമാണിക്യ ക്ഷേത്രമെന്ന് അറിയപ്പെടുന്നതത്രേ. പൂജകൾക്ക് ചന്ദനത്തിരിയും കർപ്പൂരവും ഉപയോഗിക്കില്ല. ഉപദേവതയില്ല, ദീപാരാധനയില്ല. വിഷ്ണു ക്ഷേത്രമാണെങ്കിലും പ്രദക്ഷിണം ശിവനെപ്പോലെ അപൂർണം. ഇങ്ങനെ സംഗമേശന ചിട്ടവട്ടങ്ങളിൽ പോലും പ്രത്യേകതകൾ ഒട്ടനവധി. ക്ഷേത്രത്തിൽ ഒരുപാട് വഴിപാടുകളുണ്ട്. പ്രധാന വഴിപാടാണ് താമരമാല. ആ താമരമാല വഴിപാടുകൾ ചേരുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു പ്രധാന വഴിപാടാണ് വഴുതനങ്ങ നിവേദ്യം. വേറെ ഒരു ക്ഷേത്രങ്ങളിലും ഇല്ലാത്ത പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് വഴുതനങ്ങ നിവേദ്യം. ഉദരസംബന്ധമായ രോഗങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവുന്നതാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. പിന്നെ നിരവധി പറകളുണ്ട്. പൂപ്പറ, അരിപ്പറ, നെൽപ്പറ, അതുപോലെ തന്നെ നാണയപ്പറ, അങ്ങനെ നിരവധി പറകളുണ്ട്. പിന്നെ ശംഖ് എടുത്തു വയ്ക്കുന്ന വഴിപാടുകളുണ്ട്. അങ്ങനെ നിരവധി വഴിപാടുകളായിട്ട് ബന്ധപ്പെട്ട് ഭക്തജനങ്ങളെ വളരെയധികം സൗകര്യപ്രദമായ രീതിയിൽ വന്നു പോകുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ദേവസ്വം മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. 6 തന്ത്രിമാരുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് കൂടൽമാണിക്യം. പുറപ്പെടാശാന്തിയാണ് ഇവിടെയുള്ളത്. താമരമാലയും വഴുതനങ്ങ നിവേദ്യവും മീനൂട്ടലുമൊക്കെ ഇവിടെ പ്രധാന ചടങ്ങുകളാണ്. താമരപ്പൂമാല ഭഗവാന് കൂടുതൽ പ്രിയമാണ്. താമരമാല ചാർത്തി പ്രാർത്ഥിച്ച സകല വിഘ്നങ്ങളും മറികടക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ഉപദേവതകളില്ലെങ്കിലും തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽമാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയും ഉണ്ടെന്നാണ് സങ്കല്പം. താമരയും തെച്ചിയും തുളസിയും മാത്രമേ ക്ഷേത്രത്തിൽ പൂജയ്ക്കായി ഉപയോഗിക്കുകയുള്ളൂ. തിടപ്പള്ളിയിൽ അവിലും പൂവൻ പഴവും നേദ്യമുണ്ട്. ദുർഗയ്ക്കും ഭദ്രകാളിക്കും ഉത്സവകാലത്തു മാത്രമാണ് നേദ്യമുള്ളത്. 14 വർഷം വനവാസത്തിന് പോയ ശ്രീരാമൻ്റെ പാദകം വെച്ച് പൂജിക്കുന്ന ഭരതസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഒരേ ദിവസം കർക്കിടക മാസത്തിൽ പണ്ട് അറുതിയും അറുതിയൊക്കെ ഉണ്ടായിരുന്ന മാസത്തിൽ മലയാളി വളരെ സ്നേഹാദരപൂർവ്വം ഇട്ടൊരു പേരാണ് രാമായണ മാസം എന്നുള്ളത്. ഈ കർക്കിടക മാസത്തിൽ 4 സഹോദരന്മാരെയും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തൊഴുക എന്ന ആ വലിയ ഒരു പുണ്യകർമ്മം നടത്തുന്നത് കർക്കിടക മാസത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു വഴിപാടായിട്ട് ആണ് ഭക്തരെ കണക്കാക്കുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും 4 വലിയ കുളങ്ങളുണ്ട്. ക്ഷേത്രത്തിനുള്ളിലെ കുളം കുലീബിനി തീർത്ഥമെന്നറിയപ്പെടുന്നു. ക്ഷേത്രത്തിലെ ആവശ്യത്തിന് മാത്രമേ ഇതിലെ ജലം ഉപയോഗിക്കുകയുള്ളൂ. ക്ഷേത്രത്തിനുള്ളിൽ മറ്റു മഹാക്ഷേത്രങ്ങളെപ്പോലെ കേരളീയ വാസ്തുവിദ്യയുടെ പ്രത്യക്ഷ ഉദാഹരണമായ ഒരു കൂത്തമ്പലം ക്ഷേത്രതുല്യ പവിത്രതയോടെ നിലകൊള്ളുന്നുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ.